അതായത് ഇപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേണ്ടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു. ഞാൻ 5 ലക്ഷം രൂപയുടെ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല, എൻ്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിലെ അഭിനയം. ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പൊറിഞ്ചു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു, ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ളൊരു സമയത്ത് എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്, ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതൊരു സൗഹൃദം, അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത്. ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത്. ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എനിക്ക് മനസ്സിലായ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, OTTയിൽ റിലീസ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കഷനേ ഇല്ല. അപ്പം അത് ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ്. തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നുമല്ല ഇവിടെ നടന്നത്. ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, അത് OTTയിലാണ് വന്നത്. അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. തെറിയുള്ള വേർഷനാണ് വന്നത്. IFFKയിൽ നിങ്ങൾ സിനിമ കണ്ടവർ, ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തെറി ഇല്ലാത്തൊരു വേർഷനാണ് IFFKയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറി ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ IFFKയിൽ എന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ, തെറിയുള്ള വേർഷൻ പോലും IFFKയിൽ വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTTയിൽ വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പൊടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് അതൊന്ന് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇതൊക്കെ അങ്ങനെ നടന്നു. ആ സിനിമ റിലീസ് അതെല്ലാം പോയി. ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ, അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി. അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ്. എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു. അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു, ഞാൻ ചെയ്യില്ലായിരുന്നു. അത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തു വിടണം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വിടണം, ഞാൻ വീണ്ടും നാറണം. പക്ഷേ ഇതല്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും പ്രശംസിക്കുന്നില്ല, എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നെ 20 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്.
കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക കയറി വരിക എന്നുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം. അതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യം ഇതൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ എഗ്രിമെൻറ്റ് പുറത്ത് വിടണം. തീർച്ചയായിട്ടും ഈ തുണ്ടുകടലാസല്ല വിടേണ്ടത്. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ലിജോൻ്റെ സിനിമയ്ക്ക് 3 ദിവസം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാം എന്നെ. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുക പോലുമില്ല. പക്ഷേ ആ ഒരു ലിജോൻ്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത്. പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാണ്? ഒരു ഫെസ്റ്റിവലിലോട്ടാണ്. ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട്. നിങ്ങൾ IFFKയിൽ അവരത് പ്രദർശിപ്പിച്ചില്ല. അവിടെ അത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പോലും വരില്ല. IFFKയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു. അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു. അപ്പോൾ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാൾ ഞാനാണ്. എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല. ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല. പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ 2 പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും? എൻ്റെ സൗഹൃദം, എൻ്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദമല്ലേ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു, ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാൽ എനിക്കതൊരു വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട്. കാരണം ആ കോൺഗ്രസിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു. അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പോൾ പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറയാം. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ്. വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത്. മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ അടുത്ത് എന്താ എന്ന് വെച്ചിട്ട് എൻ്റെ ഡയലോഗാണ് വരുന്നത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല. ഇത് എൻ്റെ ഫാമിലിയെ എഫക്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു. അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ട് അതങ്ങ് പറഞ്ഞു പോയി. ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനിത് എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം. അതിനു മുമ്പ് വരെ സംസാരമില്ല. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ടോക്കില്ല. അല്ല എൻ്റെ തുറന്നു പറച്ചിൽ എന്നുള്ളതല്ല, എൻ്റെ പറച്ചിൽ എനിക്ക് എൻ്റെ പണിയാവാറുണ്ട്. കാരണം വെച്ചാൽ കമൽ സാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഹൈപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാവെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. എന്നെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല. അത് ഹൈപ്പായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ദൈവമേ ഇതിനൊരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാണ് വരണേന്ന് ആലോചിച്ചതാണ് ഞാൻ. അപ്പോൾ അത് വന്നു. കാരണം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാനതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിലായിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. പെർഫോമൻസ് ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ കിഷ്കിന്ദയാനം പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു. പോട്ടെ നായാട്ടം എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ട് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത്. അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നെ ആരും ആയിരുന്നില്ല, എന്നോട് ആരും കരഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം. നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ഒരു മിനിറ്റ് എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത്. അതെൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ്. പക്ഷേ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസയ്ക്ക് അഭിനയിച്ചത്, ആ എഗ്രിമെൻ്റല്ലേ അവർ പുറത്തു വിടേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ടതിൻ്റെ ബേസിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അത് വായിൽ വന്നത്. അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാണ്. പക്ഷെ അന്ന് സംഭവിച്ചതിൻ്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷനുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFFKയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ്.
ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല. അത് അന്നേ തീർന്നു പോകരുത്. എന്നെ ഒരാൾ ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ജോയിച്ചേട്ടാ ഇപ്പോഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടത്തുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു ഇന്റർവ്യൂല് അവസാനം പറഞ്ഞു എന്ന് പറയുന്നു, ലിജോ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, പൈസയുടെ കണക്കാണ് അതിനകത്ത് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളാ പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാതെ ഫെസ്റ്റിവലിൽ മാത്രമാണ് ഇവർ നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജോയിച്ചേട്ടൻ അല്ലേ? ഇല്ല, നിരന്തരം തന്നെ പറയണത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ, നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു, ഞാൻ ഇതിനെ പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ FK കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസയ്ക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു കാര്യങ്ങൾ. അപ്പം അതാണ്. ഇതൊരിക്കലും ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല. ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എൻ്റെ സ്വഭാവമല്ലല്ലോ എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇൻ്റർവ്യൂവിൽ അത് അഡ്രസ്സ് ചെയ്ത് പോയത്. ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോളിങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എൻ്റെ സാലറീൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഞാനിനി വേറെ ഒരു സംസാരം പോലും ഇല്ല. പൈസയുടെ കാര്യം ഒരിക്കലുമല്ല. എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അപ്പോൾ എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗഹൃദം തന്നെയാണ്. ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല. ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ട് അതിൽ. അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അതൊക്കെ ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് ഗസ്റ്റ് 3 ദിവസമൊന്നും ഒരിക്കലും അല്ല. എനിക്ക് 3 ദിവസം അല്ല, 3 ദിവസം അല്ല. നിങ്ങൾക്ക് ഉറപ്പണി അങ്ങനെ വിശ്വസിച്ചുള്ളൂ. എല്ലാവർക്കും 3 ദിവസം അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത്. അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്.